തെലുങ്ക് താരം വിഷ്ണു മഞ്ജുവിനൊപ്പം പ്രഭാസ്, മോഹൻലാൽ, അക്ഷയ് കുമാർ തുടങ്ങി വമ്പൻ താരനിര ഭാഗമാകുന്ന ചിത്രമാണ് കണ്ണപ്പ. സിനിമയിലെ സുപ്രധാന സീനുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് മോഷണം പോയ വാർത്ത വലിയ ചർച്ചാവിഷയമായിരിക്കുകയാണ്. സംഭവത്തിൽ നായകനായ വിഷ്ണു മഞ്ജുവിന്റെ ഓഫീസ് ജീവനക്കാരിയായ രഘു, ചരിത എന്നീ യുവതികൾക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വലിയ തോതിൽ ട്രോളുകളാണ് വരുന്നത്. ഈ സിനിമയുടെ ഹാർഡ് ഡിസ്ക് കാണാതായതിനു പിന്നെ മോഹൻലാൽ ആരാധകരും പ്രഭാസ് ആരാധകരുമാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ പലരും ട്രോൾ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ട്രോളുകളും വരുന്നുണ്ട്. സിനിമയിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയത് മുതൽ ഇരുവരുടെയും ലുക്കിനെ പല ആരാധകരും അസംതൃപ്തി അറിയിച്ചിട്ടുണ്ട്. കണ്ണപ്പയുടെ ടീസർ ഇറങ്ങിയതിന് പിന്നാലെ അതിലെ വിഎഫ്എക്സ് ഉൾപ്പെടെ കാര്യങ്ങളും ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. എമ്പുരാൻ തുടരും എന്നിങ്ങനെ രണ്ട് സൂപ്പർ ഹിറ്റിലൂടെ മലയാള സിനിമയെ മോഹൻലാൽ ആഘോഷിക്കപ്പെടുകയാണിപ്പോൾ. എന്നാൽ കണ്ണപ്പന്റെ എന്ന സിനിമയിലെ കഥാപാത്രമായ കിരാത എന്ന നടന്റെ കഥാപാത്രം വിമർശനപാത്രമാകുമോ എന്ന് പല ആരാധകർക്കും ആശങ്ക പങ്കുവെക്കാറുമുണ്ട്. ദ രാജ സാഹിബ്, സ്പിരിറ്റ് എന്നിങ്ങനെ വമ്പൻ ലൈനപ്പുകളാണ് പ്രഭാസിന്റെ നിലവിലുള്ളത്. കണ്ണപ്പയിലെ കഥാപാത്രം പ്രഭാസിന് യാതൊരു ഗുണവും ചെയ്യില്ല എന്നാണ് ആരാധകരും പറയുന്നത്. എന്നാൽ റിലീസ് ചെയ്യാത്ത ഒരു സിനിമയെ ഇത്തരത്തിൽ ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന വാദവും സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. അതേസമയം പ്രഭാസ് ഉൾപ്പെടെയുള്ള സുപ്രധാന രംഗങ്ങൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്കാണ് മോഷണം പോയതെന്നാണ് റിപ്പോർട്ട്. മുംബൈയിൽ നിന്ന് സിനിമയുടെ വിഎഫ്എക്സ് അടങ്ങിയ ഹാർഡ് ഡ്രൈവ് ഫിലിം നഗറിലെ 24 ഫിലിം ഫാക്ടറി കൊറിയർ വഴി അയച്ചിരുന്നു. ഈ ഹാർഡ് ഡ്രൈവ് ഓഫീസ് ബോയിയായ രഘു കൈപ്പറ്റിയതും പിന്നീട് ചരിത എന്ന യുവതിക്ക് കൈമാറിയതുമായി തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.